പറയുന്നു. സുഷുപ്നാകാന്ഡം എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ ഡിക്ഷണറി റെഫർ ചെയ്യുകയാണെങ്കിൽ ഫങ്ഷൻ അൺനോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ജീവൻ ലയിക്കും. അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത്. അത് ഡെഡ് ബോഡി അല്ല. ആ ജീവസമാധിയെ ജീവൻ ജയിച്ച ആ ശരീരത്തെയാണ് കീറി മുറിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ പറയുന്നത് അവർക്ക് ഈ പരാതി കൊടുത്തവരെ കുറിച്ചുള്ള ആ പേഴ്സണലായിട്ട് എന്തുകൊണ്ട് പരാതി കൊടുത്തുള്ള ഇന്റൻഷൻ പോലീസ് അന്വേഷിക്കണം. ഈ കുടുംബാംഗങ്ങളുണ്ട്. സാധാരണ പോലീസ് നിങ്ങൾക്കും അറിയാമല്ലോ, ഒരാൾ സംസാരിക്കുമ്പോൾ പതർച്ചയില്ലാതെ ബോഡി ലാംഗ്വേജ് കറക്റ്റായിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നാണ്. ഈ ഭാര്യയുണ്ട്, 2 ആമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. പോലീസ് അവരുടെ അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ. അതിന് കിട്ടുമല്ലോ. ഇവിടെ ഒന്ന് ഈ ക്ഷേത്രമാണ് പൊളിച്ചിട്ട് അവിടെ റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. പിന്നെ അവിടെ അതുപോലെ തന്നെ അവിടെ നാഗരിപ്പുണ്ട്. ആ നാഗരിപ്രതിഷ്ഠ മാറ്റിയിട്ട് ആ സ്ഥലങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കണമെന്നുള്ള പാർട്ടീസ് ഉണ്ട്. അത് രണ്ടും ഇവരുടെ ആവശ്യപ്പെട്ട് ഇവർ ഡിനേ ചെയ്തു. അതിന്റെ അല്ല മേൻ മിസ്സിംഗ് ആർക്കറിയാം. എന്റെ അപ്പൂപ്പൻ ഇതൊരു സമാധി ആയതാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഞാൻ അടിച്ചത് കൊട്ടിത്തൂക്കി സമാധി ഇരുത്തിയെന്ന് പറഞ്ഞാൽ ഇതൊരു മേൻ മിസ്സിംഗ് കംപ്ലൈന്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര്. അമരവിള നിങ്ങൾക്കറിയാം, അമരവിള 2 അച്ഛനും മകൻ സമാധി ഇരിപ്പുണ്ട്. അവിടെ ആരെങ്കിലും ഫണ്ട് അടിച്ചൊന്ന് കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും, RTO ഉദ്യോഗസ്ഥന്മാർ വരും. ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല. ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട്, ഈ കാര്യം ഡീൽ ചെയ്ത ഹിന്ദു ആചാര്യന്മാരുണ്ട്. അവരുടെ തീരുമാനം. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ളത് കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ കാര്യങ്ങളും ഉത്തരവിൽ വരുത്തി ഇന്ന കാരണങ്ങളാൽ ആ കുടുംബത്തിൽ ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് പറയാം. ഏറ്റവും വൈറ്റായിട്ടുള്ള ഞാൻ അഭിഭാഷകനാണ്, സീനായിട്ട് കേൾക്കട്ട.